അക്ബർ സീത എന്നു പേരുള്ള രണ്ട് സിംഹങ്ങൾ വിവാദത്തിലേർപ്പെട്ടത് ആരും അത്ര പെട്ടെന്ന് മറക്കാൻ ഇടയില്ല. ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ സിലിഗുരിയിലെ സിംഹങ്ങളുടെ ഈ പേരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുത്തൻ നീക്കവുമായി എത്തിയിരിക്കുകയാണ് ബംഗാൾ സർക്കാർ. നേരത്തെ അക്ബർ, സീത എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സിംഹങ്ങളുടെ പേരുകൾ മാറ്റാനും പുതിയ പേരുകൾ അറിയിച്ചുകൊണ്ടും ബംഗാൾ ശുപാർശ നൽകിയിരുന്നു. ഏതായാലും പേരിടൽ ചടങ്ങെല്ലാം കഴിഞ്ഞു. അക്ബറിന് സൂരജ് എന്നും പെൺസിംഹമായ സീതയ്ക്ക് തനായ എന്നുമാണ് നൽകിയിരിക്കുന്ന പുതിയ പേരുകൾ. വിഷയം ചൂണ്ടിക്കാട്ടിയുള്ള ശുപാർശ കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ കൈമാറിയിട്ടുണ്ട്. ഇനി അവിടെ നിന്നുള്ള അംഗീകാരം ലഭിച്ചാലുടൻ ഇവയുടെ പേരുകൾ ഔദ്യോഗികമായി മാറ്റിയേക്കും. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടേത് ആയിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉള്ളതിനാൽ സിംഹങ്ങളുടെ പേരുകളിൽ ബംഗാൾ നൽകിയ ശുപാർശ തള്ളിക്കൊണ്ട് ഡിജിറ്റൽ പേരുകൾ നൽകാനുള്ള അധികാരവും മൃഗശാല അതോറിറ്റിക്കുണ്ട്. അതിനാൽ എന്താവും അവരുടെ തീരുമാനമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. നേരത്തെ സിംഹങ്ങൾക്ക് അക്ബർ എന്നും സീത എന്നും പേര് നൽകിയതിനെ കൽക്കട്ട ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. സിംഹങ്ങളുടെ പേര് ചൂണ്ടിക്കാട്ടി VHP ആണ് കോടതിയെ സമീപിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു കോടതിയുടെ വിമർശനം. ദൈവങ്ങളുടെയും മറ്റും പേരുകൾ മൃഗങ്ങൾക്കിടുന്നത് ശരിയല്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. തുടർന്ന് നിലവിലിട്ടിരിക്കുന്ന പേരുകൾ മാറ്റണമെന്നും കൽക്കട്ട ഹൈക്കോടതി അഭിപ്രായം അറിയിച്ചിരുന്നു. ഇതോടെയാണ് പേരുമാറ്റാൻ ബംഗാൾ സർക്കാർ നിർബന്ധിതരായത്. തുടർന്നാണ് പുതിയ പേരുകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് അവർ ശുപാർശ നൽകിയത്. അതേസമയം അക്ബറിനെ സീതയ്ക്കൊപ്പം പാർപ്പിക്കുന്നത് ഹിന്ദുമതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു VHPയുടെ വാദം. സിംഹത്തിന്റെ പേര് മാറ്റണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫെബ്രുവരി 13-ന് സിംഹങ്ങൾ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ പേരിട്ടിരുന്നതായി വനംവകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ ഹൈക്കോടതി നിലപാട് കർശനമാക്കിയതോടെ വനംവകുപ്പ് വഴങ്ങുകയായിരുന്നു. ഭാവിയിൽ സുവോളജിക്കൽ പാർക്കിലെ ഒരു മൃഗത്തിനും ഒരു മതത്തിന്റെയും ദേവന്മാരുടെയും ദേവതകളുടെയും പേര് നൽകരുതെന്ന് VHP ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ശ്രീരാമന്റെ ഭാര്യയായ സീത ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിശുദ്ധ ദേവതയാണെന്നും പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിക്ക് ആ പേര് നൽകിയത് തെറ്റാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നുണ്ട്. അത്തരം പ്രവൃത്തി ദൈവനിന്ദയ്ക്ക് തുല്യമാണ്. അത് എല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസത്തിനു നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്നും അവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. നിലവിൽ വിവാദത്തിന് കാരണമായ അക്ബർ 7 വയസ്സുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹമാണ്. അതിന്റെ ഇണ സീതയാവട്ടെ 5 വയസ്സുള്ള സിംഹവും. അതേസമയം ഇരുവർക്കും ഇതിനകം പരസ്പരം നന്നായി അറിയാമെന്നും പാർക്ക് അധികാരികൾ വിജയകരമായ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ശ്രമത്തെക്കുറിച്ച് പ്രതീക്ഷയിലാണെന്നും അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14-ന് ഉത്തർബംഗ സമ്പദ് എന്ന പത്രത്തിൽ പങ്കാളിയെ തേടി അസ്വസ്ഥയായ സീത എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും ചിത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു. വാർത്തയിൽ ആൺസിംഹത്തിന് അക്ബർ എന്ന് പേര് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് VHP വനംവകുപ്പിന് നേരെ തിരിഞ്ഞത്. തുടർന്നാണ് പരാതിയുമായി കോടതിയെ സമീപിച്ചതും. മൃഗങ്ങളിൽ വരെ മതസ്പർദ്ധ വളർത്തുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലുള്ളതെന്നോർക്കുമ്പോൾ ഭയമാകുന്നു. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ഒറ്റ ഭയത്തിലാണ് പലരും മുന്നോട്ടു പോകുന്നത്.